പ്രാസംഗികനും അധ്യക്ഷനും ഇതിന് പശ്ചാത്തലം വിശദീകരിക്കുന്നു. കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായി പാലക്കാട് മാനുഫാക്ചറിങ് സിറ്റിയും അതിനോട് ചേർന്ന് കൊച്ചിയിലെ അയ്യമ്പുഴയിൽ ഗ്ലോബൽ സിറ്റി, ഇതാണ് ഈ പദ്ധതിയിൽ വിഭാവനം ചെയ്തിരുന്നത്. കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോർ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ്. 50% ഫണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെതും 50% യൂണിയൻ ഗവൺമെൻറ്റിൻ്റെതും. എത്ര രൂപയാണോ സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ ചെലവഴിക്കുന്നത് അത്രയും രൂപ പശ്ചാത്തല സൗകര്യ വികസനത്തിന് യൂണിയൻ ഗവൺമെൻറ് ചെലവഴിക്കും. ഇതാണ് PSPയുടെ സ്വഭാവം. അങ്ങനെ രാജ്യത്തെ വ്യവസായ ഇടനാഴികളുടെ ഭാഗമായി നമ്മുടെ പദ്ധതിക്കും പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അംഗീകാരം ലഭിക്കുകയുണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഈ പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിഞ്ഞ സംസ്ഥാനം കേരളമാണ്. പാലക്കാട് നമ്മൾ 1710 ഏക്കറാണ് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത്. 10 മാസം എടുത്തു. അയ്യമ്പുഴയിൽ അതേ വേഗതയിൽ തുടങ്ങി. പിന്നെ നിങ്ങളുടെ ഒരു സംഭാവന കാരണം 4 മാസം വൈകി. അത് കണ്ടോളൂ. പാലക്കാട് പിന്നെ തടഞ്ഞുകൊണ്ടുള്ള പ്രക്ഷോഭമൊന്നും ഉണ്ടായില്ല. ചർച്ചകൾ നടത്തി എല്ലാ പ്രശ്നവും നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഇവിടെ സർവേ പോലും സമ്മതിക്കാത്ത രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങളും മറ്റും ഉയർന്നു വരികയുണ്ടായി. 2-3 മാസത്തോളം അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ 500 ഏക്കർ 500 കോടിയാണ് സ്ഥലം ഏറ്റെടുക്കാൻ. കിഫ്ബിയാണ് നമ്മുടെ ഈ പദ്ധതിയിൽ നിന്ന് കിക്കുമ്പോൾ തന്നെ കിഫ്ബി ഉള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ സ്റ്റേറ്റിൽ എത്ര പണം നമുക്ക് ഒറ്റയടിക്ക് മുടക്കാൻ പറ്റില്ല. മറ്റേ പാലക്കാടുള്ള പൈസ മടക്കി നമ്മൾ കൊടുത്തു. ഒരു സ്ഥലത്തും സ്ഥലം ഏറ്റെടുത്തതിന് ശേഷം 85% ഏറ്റെടുക്കുമ്പോൾ തന്നെ അനുമതിയിലേക്ക് പോകാമെന്നുള്ളതാണ്. ഇവിടെ വന്ന പ്രശ്നം, ഇതിൻ്റെ കൺസൾട്ടൻറ്റിനെ വരെ നിയോഗിച്ചു DPR തയ്യാറാക്കാൻ. അത് കഴിഞ്ഞപ്പോൾ സ്ഥലം ഏറ്റെടുക്കാൻ വയ്ക്കില്ല. MLA പറഞ്ഞപ്പോൾ ചിലപ്പോൾ ആശയക്കുഴപ്പം വരും. നമ്മളപ്പോൾ സ്ഥലം കൃത്യസമയത്ത് കൊടുക്കാതെ വന്നുകൊണ്ടാണ് ഈ അപകടം. എങ്ങനെയല്ല, ഈ കൺസൾട്ടൻ്റ് വാക്ക് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് നിർദ്ദേശം വന്നു. ഏതെങ്കിലും ഒന്നും നിർത്തണം, തെറ്റി പുറത്തെടുക്കുക. നിർദ്ദേശം വന്നത് ഇത് പോസ് ചെയ്യാൻ പറഞ്ഞു. അതാണ് അല്ലേ, പോസ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് നമ്മുടെ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ തൽക്കാലം ഈ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകരുത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു നിർദ്ദേശം നൽകി. ഗ്ലോബൽ സിറ്റി അല്ലെ, ഗിഫ്റ്റ് സിറ്റി, അത് ഗുജറാത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതാണ്. ഇപ്പോൾ നേരത്തെ ഗിഫ്റ്റ് സിറ്റി എന്ന് തന്നെയാണ് നമ്മൾ യൂണിയൻ പദ്ധതിയിൽ. അത് മാനുഫാക്ചർ സിറ്റി, ഇത് ഗിഫ്റ്റ് സിറ്റി. ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ, ഫിൻടെക്, ഹൈടെക്, IT അതൊക്കെ ബന്ധപ്പെട്ട ഹൈടെക് മാനുഫാക്ചറിങ് ഉൾപ്പെടെയുള്ള മേഖലകൾ. ഇതാണ് ഈ ഗ്ലോബൽ സിറ്റി. ഗ്ലോബൽ സിറ്റി എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ജൂറിസ്ഡിക്ഷനാണ്. രാജ്യത്തെ നിയമങ്ങളല്ല ബാധകം, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള നിയമങ്ങളാണ്. അപ്പോൾ ഗുജറാത്തിൽ ഗിഫ്റ്റ് സിറ്റിയുടെ മോഡൽ എങ്ങനെയോ അതാണ് ഇവിടെയും വിഭാവനം ചെയ്ത് അവർ തന്നെ വെച്ചതാണ്. ആ പ്രപ്പോസൽ അനുസരിച്ചാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ് ഗിഫ്റ്റ് സിറ്റി പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു, മുഖ്യമന്ത്രിയും ഒക്കെ ചർച്ച ചെയ്തു. ഇനി ഗിഫ്റ്റ് സിറ്റിയുടെ പേരാണ് ഇപ്പോൾ ആണെങ്കിൽ ആയിക്കോട്ടെ, മാറാം നമ്മൾ. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചിട്ട് ഒരു പേര് തർക്കിച്ച് ഉള്ളത് കളയണ്ടല്ലോ, ഗ്ലോബൽ സിറ്റി എന്ന പുതിയ പേര് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അത് വെച്ച് കൊടുത്തു. കൺസൾട്ടൻറ്റിനോട് പ്രവർത്തനം ആരംഭിക്കണം എന്ന് പറഞ്ഞു. ആ ഘട്ടത്തിലാണ് ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമായി ഗ്ലോബൽ സിറ്റി പരിഗണിക്കാൻ കഴിയില്ല, മാനുഫാക്ചർ സിറ്റി മാത്രമേ ഇപ്പോൾ ഞങ്ങൾ പരിഗണിക്കാൻ പോകുന്നുള്ളൂ എന്ന നിർദ്ദേശം, എന്ന അഭിപ്രായം കിട്ടി. അതിനടിസ്ഥാനത്തിൽ നമ്മൾ ഉടൻ തന്നെ കത്ത് കൊടുത്തു. ഞാൻ തന്നെ പോയി വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രിയെ കണ്ടു. ഈ പ്രഖ്യാപനം ക്യാബിനറ്റിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇതുകൂടി ഉൾപ്പെടുത്താനായിട്ട് മുഖ്യമന്ത്രി തന്നെ വീണ്ടും പ്രധാനമന്ത്രിക്ക് കത്ത് കൊടുത്തു. പ്രധാനമന്ത്രി നേരി കണ്ടപ്പോൾ
ചർച്ച ചെയ്തതിൽ ഒരു വിഷയം ഗിഫ്റ്റ് സിറ്റിയുടെ അംഗീകാരമാണ് എന്ന പ്രശ്നം അതിനകത്ത് ഒരു ഭാഗമായി അതും ചർച്ച ചെയ്തു. പക്ഷേ അവരുടെ നിലപാട് മാറ്റിയില്ല. നമ്മുടെ പാലക്കാട് മാനുഫാക്ചറിങ് സ്മാർട്ട് സിറ്റിക്ക് അംഗീകാരം നൽകി. നമ്മൾ സ്ഥലം ഏറ്റെടുത്തു. നേരത്തെ തന്നെ കൈമാറാൻ തയ്യാറായി. ഈ കൈമാറി ആദ്യം കൊടുക്കണ്ട. ഇപ്പോൾ നേരത്തെ MLA പറഞ്ഞല്ലോ, നമ്മൾ കൈമാറി കൊടുക്കുകയും വേണ്ട. നമുക്ക് പൈസ തരുമ്പോൾ നമ്മൾ കൈമാറിയാൽ മതി. അപ്പോൾ ആദ്യം 100 കോടി നമുക്ക് നൽകി 100 ഏക്കർ നമ്മൾ കൈമാറി. ഇപ്പോൾ 200 കോടി അവർ അനുവദിച്ചിട്ടുണ്ട്. 214 ഏക്കർ നമ്മളിപ്പോൾ കൈമാറുമ്പോൾ SPVയിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. SPV നമ്മൾ അവർ ചേർന്ന് കിൽഫയാണ് അതിന് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ 300 ഏക്കർ ഇപ്പോൾ നമ്മൾ അതിന് കൈമാറി. അപ്പോൾ നമ്മുടെ നേരത്തെ തന്നെ കൈമാറി കൊടുക്കണ്ട. ഈ കേന്ദ്ര അനുമതി നമുക്ക് അനുമതി കിട്ടി. അവർ പണം തരുമ്പോൾ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാം. അല്ലാണ്ട് എല്ലാം രജിസ്റ്റർ ചെയ്ത് കൊടുക്കണ്ട. ഇപ്പോൾ 1710 ഏക്കർ നമ്മൾ എടുത്തെങ്കിലും ഇപ്പോൾ 300 ഏക്കറാണ്. 100 ഏക്കർ കൊടുത്തു, 200 ഏക്കർ ഇപ്പോൾ കൊടുക്കും. 215 ഏക്കർ, 315 ഏക്കർ ഇപ്പോൾ ബാക്കി നമ്മുടെ തന്നെയാണ്. അതുകൊണ്ട് സ്ഥലം കൈമാറി കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നമേ ഇല്ല. പിന്നെ നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ്മെന്റിന് മുന്നോടിയായി പീയൂഷ് ഗോയലിനെ ക്ഷണിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ചർച്ച ചെയ്തു. CMന്റെ മീറ്റിംഗും പ്രധാനമന്ത്രിയായി വീണ്ടും ഈ പ്രശ്നം ഉന്നയിച്ചു. അപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞതല്ല, ഇത് ഗുജറാത്തിൽ മാത്രം മതിയോ, നമുക്ക് രാജ്യത്ത് എല്ലായിടത്തും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വേണ്ടേ എന്ന് തന്നെ കേരളത്തിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് അപ്പോൾ പ്രധാനമന്ത്രി നമ്മൾ നോക്കട്ടെ, പരിശോധിക്കാം. മറ്റ് സംസ്ഥാനങ്ങളിൽ വേണ്ട നിലപാടില്ല എന്നാണ് പറഞ്ഞെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രേഖാമൂലം അറിയിപ്പ് കിട്ടി. രേഖാമൂലം അറിയിപ്പിൽ ഇപ്പോൾ യൂണിയൻ ഗവൺമെൻറ് ഈ പദ്ധതി ഇതിൻ്റെ ഭാഗമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം. ഇതാണ് ഒടുവിലത്തെ പൊസിഷൻ. അപ്പോൾ നമ്മുടെ മുമ്പിൽ 2 പ്രശ്നമുണ്ട്. ഒന്ന്, സ്ഥലം ഏറ്റെടുക്കുന്നതിൽ നമുക്ക് തർക്കമില്ല. നമ്മൾ പണം മാറ്റി വെച്ചിട്ടുണ്ട്, നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 500 ഏക്കർ 500 കോടിയാണ് നമ്മൾ വകയിരുത്തി. പിന്നെ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചു. മറ്റേ താമസം അങ്ങനെയുള്ള വലിയ സമരമായിരുന്നല്ലോ. ഞാൻ തന്നെ 2-3 ചർച്ച പങ്കെടുത്തു. കളക്ടർ പങ്കെടുത്തതിന് മുമ്പുള്ള കളക്ടർമാരെല്ലാം പങ്കെടുത്തു. MP, MLA, പഞ്ചായത്ത് പ്രസിഡന്റ്. അന്നിപ്പോൾ മാറ്റങ്ങൾ പറഞ്ഞാണെങ്കിൽ ഇപ്പോൾ ചിലത് ഞങ്ങൾ കൂടെ എടുക്കുമെന്ന് ചോദിച്ചും വരുന്നുണ്ട്. അത് വേറെ കാര്യം. എന്തായാലും ഇപ്പോൾ 358 ഏക്കറിലേക്ക് 500 എന്നുള്ളത് കുറഞ്ഞു. 500 കോടിയാണ് നമ്മൾ വകയിരുത്തിയെങ്കിൽ 849.5 കോടിയായിട്ട് വർദ്ധിച്ചു. അപ്പോൾ അയ്യമ്പുഴയിൽ ഏക്കറിന് ഏകദേശം 2 കോടിക്കടുത്ത് രൂപയിലേക്ക് എത്തി. ഇനി അത് നമ്മൾ കൊടുത്തു എന്നില്ല. അപ്പോൾ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ പറയാനുള്ളൂ. ഗവൺമെൻറ്റിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ശരിക്കും യൂണിയൻ ഗവൺമെൻറ്റായിട്ട് ചേർന്നാണെങ്കിൽ 850 അവർ തരണം. ഇനി എങ്ങനെ കുറച്ചാലും 500 കോടി കൂടി നമ്മൾ കണ്ടെത്തണം. ഈ 358 ഏക്കറിൽ നമുക്ക് ലീസിന് കൊടുക്കാൻ പറ്റുന്നത് 215 ഏക്കറുള്ളൂ, അല്ലേ? 215 ഏക്കറിന് നമ്മൾ 1400 കോടിയായി. അപ്പോൾ ഒരു സംരംഭകം വരുമ്പോൾ 1 ഏക്കറിന് 7 കോടി വേണം. 1 ഏക്കറിന് 7 കോടി. മറ്റു സ്റ്റേറ്റിലും സ്ഥലത്തിന് വില വളരെ കുറവല്ലേ. നമ്മൾ ഒറ്റയ്ക്ക് എങ്ങനെ നടത്താൻ പറ്റും? മൂന്നാമത്തെ പ്രശ്നം, ഗിഫ്റ്റ് സിറ്റിക്ക് എല്ലാ നിയമങ്ങളും ഇളവുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് നടത്തണമെങ്കിൽ ഒരു ഇളവുണ്ടാവില്ല. അപ്പോൾ 1 ഏക്കറിന് 7 കോടി കൊടുക്കും വേണം, ഈ നിയമം മുഴുവൻ അനുസരിക്കും വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഇത് ശരിയാക്കി എടുക്കണമെങ്കിൽ തന്നെ ഞാനിപ്പോൾ നോക്കിയൊന്ന് ഒരു വണ്ടി രീതി തന്നെ നോക്കി. പിന്നെ നമുക്കറിയാവുന്ന സ്ഥലമാണല്ലോ. 2018 ഞാനിവിടെ പ്രളയത്തിന് വന്ന് കൊണ്ടുവന്നില്ലേ, നമ്മൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നപ്പോൾ കഷ്ടിയാണ് ഇപ്പുറത്തേക്ക് ഇടവ് പോകുന്നത്. ഇവിടെ വെള്ളം കയറിയത് പരിശോധിക്കാതെ ഞാൻ ഇവിടെ സെക്രട്ടറി ആയിരിക്കുന്നു കണ്ണൂർ പോയി ഇല്ലേ, നമുക്കറിയാവുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ 500 കോടിയെങ്കിലും വേണം ഇതൊക്കെ മാറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ. ഇതാണ് സർക്കാരിന് മുമ്പിലുള്ള പ്രശ്നം. അപ്പോൾ നമ്മൾ എടുത്ത് പണം മുടക്കി ആൾ വരണ്ടേ?
ഇപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ നേരത്തെ നിയമം പറഞ്ഞ പോലെ മെട്രോ 3ാം ഘട്ടത്തിൽ നെടുമ്പാശ്ശേരി അങ്കമാലി വരെയാണ്. അതിൽ ഗിഫ്റ്റ് സിറ്റി വരെ ഉള്ളത് കൂടി നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയണോ എന്ന കാര്യം അവിടെ ചർച്ച ചെയ്ത് അത് ഏകദേശം അതിലേക്ക് പോവുകയാണ്. ഇങ്ങോട്ടുള്ള ഒരു 6 വരിപ്പാത നമ്മൾ ഗതിശക്തിയിൽ ഉൾപ്പെടുത്തി അതും ഇതിൻ്റെ ഭാഗമായി പാരലായി തന്നെ നമ്മൾ നീക്കിക്കൊണ്ടിരുന്നിരുന്നു. അപ്പോൾ നമുക്ക് താങ്ങാവുന്നതിനപ്പുറത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ കിൻഫ്രയ്ക്ക് ഇപ്പോൾ ഒരു സൗകര്യമുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് പ്രകാരം അവർക്ക് വേണമെങ്കിൽ നെഗോഷിയേറ്റ് പർച്ചേസ് നടത്താം. ഇപ്പം നമ്മുടെ നാട്ടിൽ പുതിയ രീതി കൂടി ഞാൻ പറഞ്ഞോളൂ. ഇപ്പം ഞങ്ങൾ അങ്കമാലി കുണ്ടന്നൂർ സ്ഥലം ഏറ്റെടുക്കലാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ പുതിയ ആധാരങ്ങൾ ഓരോ വന്നിട്ടുണ്ട്. ഞാൻ തെറ്റേരിന് രജിസ്റ്റർ കൊടുക്കും, തെറ്റേര് ജയമോന് കൊടുക്കും, ജയമോൻ്റെ തുക കൂടി നിൽക്കുമല്ലോ. ഈ അവസാനത്തെ 3 ആധാരം വെച്ചിട്ടാണല്ലോ വില നിശ്ചയിക്കുക. അതൊരു ഭാഗം. 2 നിയമമനുസരിച്ച് പിന്നെ 12% പലിശ വീണ്ടും കൊടുക്കണം. ഇത്ര കിട്ടിയാലും വക്കീലന്മാർ പുറകെ ചെയ്തു ഇത് ഒപ്പിട്ടെന്നായി ബാക്കി ഞങ്ങൾ നോക്കാം. അതിനകത്തൊരു ഒപ്പ് മതിയില്ല, കിട്ടിയാൽ കിട്ടി. ഇപ്പോൾ പാലക്കാട് നോക്കുമ്പോൾ 1700ഓളം കേസാണ് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ചിലവ് കൂടി വന്നാൽ 1 ഏക്കറിന് 8-9 കോടി കൊടുത്തിട്ട് ഇവിടെ ആര് വന്നിട്ട് ആയിട്ട് തുടങ്ങും എന്ന പ്രശ്നം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ പൊതുവെ നമ്മളിപ്പോൾ തീരുമാനിക്കുന്നില്ല, ഈ വസ്തുത നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുന്നു. ഗവൺമെൻറ് എന്തായാലും ഇവിടെ ഒരു പദ്ധതി തന്നെ തുടങ്ങണം എന്നതാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ സംസാരിച്ചപ്പോൾ നമുക്ക് വയബിളായി കൊണ്ടുപോകാവുന്ന രൂപത്തിൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്, ധനകാര്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ ആദ്യഘട്ട ഫണ്ട് നമ്മളിപ്പോൾ കളക്ടർക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗം കൂടി വ്യക്തത വരുത്താതെ നമുക്ക് ഇതിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇപ്പോൾ ചർച്ച ചെയ്ത തീരുമാനത്തിലേക്ക് എത്താൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒരാൾക്ക് പറയാം. ബാക്കി ഇൻഫ്രൈഡി കളക്ടറെയും ചുമതലപ്പെടുത്തുക, പഞ്ചായത്തും ബാക്കിയുള്ളവരും ഇടപെട്ടിട്ട് പൊതുധാരണ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇതുമായി തന്നെ പോകാമെന്നാണ് കണക്കാക്കുന്നത്. ഇനി അതല്ല, ഞങ്ങൾക്ക് ഇതിൽ തന്നെയാണ് ഇത് വിൽക്കാനോ എന്നല്ല പറഞ്ഞത്, ക്രയം ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് പിൻവലിച്ചാൽ മതി. ക്രയവിക്രയത്തിനുള്ള തടസ്സം നമുക്ക് വേഗത്തിൽ തന്നെ ഇല്ലാതാക്കാം. ഈ പദ്ധതിയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് പിൻവലിക്കാൻ കഴിയും. കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വിൽക്കാനും വാങ്ങാനുള്ള തടസ്സമാണ് MLA പറഞ്ഞത്, അത് ആ തടസ്സം നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ സർക്കാരിൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനൊരു പദ്ധതി നമുക്ക് നാടിൻ്റെ മുഖച്ഛായ മാറ്റാൻ കഴിയുന്ന രൂപത്തിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് സമ്മിറ്റിലെല്ലാം ഒത്തിരി പ്രപ്പോസൽ ഉണ്ട്. ഒരു പ്രപ്പോസൽ ഇവിടെ തന്നെയാണ് വന്നേക്കുന്നത്, വലിയൊരു ടൗൺഷിപ്പിൻ്റെ ഇട്ടോ. അത് എല്ലാ വർഷവും നോക്കാറുണ്ട്. എങ്കിലും അവർ നല്ല ഒരു ഉദ്യോഗസ്ഥനെ നമ്മൾ ചുമതലപ്പെടുത്തിയിരുന്നു. നമ്മൾ ഏത് പ്രപ്പോസൽ വന്നാലും നോഡൽ ഓഫീസർ ഉണ്ടാവും. സാധ്യമാകുന്ന നിയമപ്രകാരം സാധ്യമാകുന്നില്ല. അവരും ഒരു വലിയ നിക്ഷേപമാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. 1500-2000 കോടി നിക്ഷേപമാണ്. 2000 ആദ്യ ഘട്ടം 5000 വരെ വലിയ നിക്ഷേപമാണ്. അതും കൂടി വരുമ്പോൾ അയ്യമ്പുഴ എന്നുള്ളത് ചിലപ്പോൾ ഇന്ത്യയിലെ തന്നെ നല്ലൊരു സ്ഥലമായിട്ട് മാറും. ആ സാധ്യതകളൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. സ്ഥലവും നോക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് കളക്ടറെ ചുമതലപ്പെടുത്താം. നിങ്ങളേതെങ്കിലും 2-3 പ്രതിനിധികൾ കൂടി, ഭൂവുടമകളുടെ അവരെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്താം. എന്നിട്ട് നമുക്ക് ഭാവിയിൽ ഈ സംരംഭം കൊണ്ടുപോകാൻ കഴിയാവുന്ന ഒരു പൊതുധാരണയിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. ഗവൺമെൻറ്റിൻ്റെ ഈ പ്രിൻസിപ്പൽ കാഴ്ചപ്പാട് ഈ പദ്ധതി നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും നടത്തണം. നടത്തുമ്പോൾ പറ്റാവുന്ന അന്തരീക്ഷം ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാവുന്നത്. സംശയമുണ്ടായിരുന്നു, ഇത് ഞങ്ങളെ വളർത്താനാണോ നശിപ്പിക്കാനാണോ എന്നൊരു സംശയമുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് കാലഘട്ടത്തിന് ശേഷം ഞങ്ങളുടെ സംശയങ്ങളൊക്കെ മാറി. ഇത് ഞങ്ങളെ വളർത്താൻ തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിനോടൊപ്പം ഞങ്ങൾ ഈ പദ്ധതിയോട് ഒരു ഭൂരിപക്ഷം ആൾക്കാർ എല്ലാവരും തന്നെ ഈ പദ്ധതിയോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്തത്. ഈ ഇങ്ങനൊരു പദ്ധതി വന്നാൽ ഇവിടെ അയ്യമ്പുഴയിൽ മാത്രമല്ല, മഞ്ഞപ്പുറക്കാരിൽ മാത്രമല്ല, കാലടി, പെരുമ്പാവൂർ ഏത് ഏരിയയും ഓട്ടോമാറ്റിക് വികസിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ലാഭം കൂടി ഞങ്ങൾ പ്രതീക്ഷിച്ചു അടുത്ത തലമുറയ്ക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടും. അപ്പോൾ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ നടന്നു കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞു പോയ 5 വർഷം 4 വർഷം ഞങ്ങൾ ഒരുപാട് വേദനകൾ ഉണ്ടാക്കി. മക്കളെ കെട്ടിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടായി, ഭൂമി വിൽക്കാൻ സാധിച്ചില്ല,
വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, ലോൺ ബാങ്കിൽ തന്നില്ല, വീട് രജിസ്റ്റർ ചെയ്ത് വിൽക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടുവിലാണ് ഞങ്ങളെല്ലാവരും. ഈ പ്രശ്നത്തിന് പരിഹാരത്തിന് ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ എങ്ങനെ ഗവൺമെൻറ് ഒരിക്കലും ഈ ഗവൺമെൻറ് പറഞ്ഞത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ വിശ്വാസമാണ് ഈ ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരു കാര്യം ഈ ഗവൺമെൻറ് ചെയ്യില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ പദ്ധതി ഉടനെ തന്നെ നടത്തി വന്ന് ഞങ്ങൾക്ക് മറ്റൊരു ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾക്ക് മാറി താമസിക്കും. ഇതിൻ്റെ പ്രയോജനങ്ങൾ ഞങ്ങൾ പ്രയോജനപ്പെടുത്തിക്കോളാം. കാരണം ഇവിടെ എങ്ങനെയായാലും ഒരു 2000-3000 ആൾക്കാർ ഗ്ലോബൽ പോപ്പുലേഷൻ ഉണ്ടാവും. അവർക്ക് ചായ കുടിക്കുന്ന പാല് തന്നെ വേണം. പാലേതായാലും അമേരിക്കയിൽ നിന്ന് അവിടെ കൊണ്ടുവരുന്നുണ്ടോ. 2 പശുവിനെ വളർത്തിയായാലും ഞങ്ങൾക്ക് അവർക്ക് പാല് കൊടുക്കാൻ പറ്റും, അവർക്ക് പച്ചക്കറി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾക്ക് പ്രയോജനങ്ങളൊക്കെ ഞങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പദ്ധതി നടപ്പിലാക്കി ഞങ്ങളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് റിഹാബിലിറ്റ് ചെയ്ത് ഗവൺമെൻറ് തരുമെന്ന് ഈ ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിലാണ് ഞങ്ങളുടെ ഭൂരിപക്ഷ അഭിപ്രായം. ഇതിനോട് ചേർന്നുണ്ടെങ്കിൽ കൈയടിക്കാനാണ്. ഇത് ഈ പദ്ധതി ഇവിടെ ആദ്യമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയും കാര്യങ്ങളും ഇല്ലാത്ത രീതിയിലായിരുന്നു ഈ പദ്ധതി ആദ്യമായിട്ട് ഇവിടെ വന്നത്. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ സമരങ്ങൾ നടത്തിയത്. അല്ലാതെ ഈ പദ്ധതി ഞങ്ങൾ പൂർണ്ണമായിട്ടും ഇവിടെ കൊണ്ടുവരില്ല എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. പദ്ധതിയുടെ വ്യക്തത കുറവുകൊണ്ടാണ് ഇന്ന് സമരങ്ങൾ നടത്തിയത്. പിന്നെ എന്താ കാര്യം വെച്ചാൽ ഈ പദ്ധതി എത്രയും കേട്ടോ ഇപ്പം 4 വർഷമായി ഈ പദ്ധതി ഇവിടെ വന്നിട്ട് ഞങ്ങൾ പല ഭൂമികളിലും ഇപ്പം ഒരു കാര്യം ചെയ്യാണ്ട് കിടക്കണം. ഇപ്പം ചില ഭൂമികളൊക്കെ കാട് കയറി കിടക്കണം, അവിടെ വന്യമൃഗ ശല്യങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഈ പദ്ധതി വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പദ്ധതി കൊണ്ടുവരണം. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇപ്പം സ്ഥലം ഇപ്പോൾ അടുത്തെങ്ങാനും ഈ പദ്ധതി കൊണ്ടുവരില്ല എന്നുണ്ടെങ്കിൽ ഈ പദ്ധതി ഉടമകൾക്ക് തിരിച്ചു പോയി വരണം. അതാണ് എനിക്ക് പറയാനുള്ളത്. കൂടി ബഹുമാനപ്പെട്ട മന്ത്രി, എത്രയും പ്രിയപ്പെട്ട മന്ത്രി, MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, കളക്ടർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, എനിക്ക് മന്ത്രി പറഞ്ഞതിൽ നിന്ന് അതിൻ്റെ ശരിക്കുള്ള ഉദ്ദേശം എന്താണെന്ന് ക്ലിയറായിട്ട് വ്യക്തമായിട്ടില്ല. കുറച്ചുകൂടി മന്ത്രി ഒരു ക്ലാരിറ്റി മന്ത്രി ഈ പറഞ്ഞ പോയിന്റിനെ കുറിച്ച് തരികയാണെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുപോലെ ഈ സഹോദരൻ സംസാരിച്ചതിന് ഒരു ക്ലാരിറ്റി കണ്ടില്ല. എന്താ ശരിക്കും മന്ത്രി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഒന്നും കൂടി ജനങ്ങളിലേക്ക് വ്യക്തമാക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ അല്ലെങ്കിൽ എവിടെയോ ഒരു പൂർണ്ണത ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയത്. അതൊന്ന് വ്യക്തമാക്കി തന്നാൽ നന്നായിരിക്കും. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് 2019 ഗവൺമെന്റിന്റെ ഫസ്റ്റ് ഓർഡർ ഇറങ്ങിയതാണ്. ജീവ ഇറങ്ങിയിട്ടുണ്ട്. അതിനെ തുടർന്ന് 2020 540 ഏക്കർ ഭൂമിയും അതിനെ തുടർന്ന് സമരവും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് പിന്നെ അത് 358 ഏക്കറാക്കി ഭൂമിയായിട്ട് കുറയുകയും ചെയ്തു. ഇതിന് ശേഷം ഇതിന്റെ ഫോർമൽ നോട്ടിഫിക്കേഷൻ 2021 ഒക്ടോബർ 4 വരികയും 11 നോട്ടിഫിക്കേഷൻ 2021 ഒക്ടോബർ 19 വരികയും ചെയ്തു. പിന്നീട് ഇതിന് 1 ഇയർ വാലിഡിറ്റി ആയിരുന്നു ഈ നോട്ടിഫിക്കേഷന്. പിന്നീട് ഇത് പല പ്രാവശ്യവും 6 മാസം വീതം ഈ നോട്ടിഫിക്കേഷൻ എക്സ്റ്റൻഷൻ ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഞങ്ങൾ പലവട്ടം ബഹുമാനപ്പെട്ട രാജ്യ മിനിസ്റ്റർ അടുത്തു, മുഖ്യമന്ത്രി നടത്തിയ നവകേരള സദസ്സിൽ ഉൾപ്പെടെ ഈ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനും MLAക്കും കളക്ടർക്കും കിൻഫ്രയുടെ മാനേജർ ഡയറക്ടറും കിൻഫ്രയുടെ ജനറൽ മാനേജറും തഹസിൽദാർ ഉൾപ്പെടെ പല സ്ഥലത്തും ഞങ്ങൾ ഇതിൽ പോയി നിവേദനം കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഉടൻ തന്നെ ഭൂമി എടുക്കുമെന്നും ഇതിനു വേണ്ട നടപടികളായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണെന്നും കിൻഫ്രയും ഇൻഡസ്ട്രിയൽ വകുപ്പും കിഫ്ബിയും തമ്മിലൊരു ട്രൈപാർട്ടി അഗ്രിമെന്റ് സൈൻ ചെയ്യാനുണ്ടെന്നും അത് സൈൻ ചെയ്ത ഉടൻ തന്നെ കിഫ്ബിയിൽ ഫണ്ട് കണ്ടെത്തുന്ന മുറയ്ക്ക് ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കുമെന്നും ഞങ്ങളോട് പലവട്ടം അറിയിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി തന്നെ ഈ വിഷയം പല വേദികളിലും സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് മഞ്ഞപ്രയില് ഗ്രാമപഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴും ഞങ്ങൾ മന്ത്രിക്ക് നിവേദനം കൊടുക്കുകയും അവിടെ ഇതിനെക്കുറിച്ച് ആകെ 3 മിനിറ്റ് സംസാരിച്ച് 2 മിനിറ്റ് ഈ ഗ്ലോബൽ സിറ്റിനെ കുറിച്ചാണ് സാറ് സംസാരിക്കുകയും ചെയ്തത്. പിന്നീട് ഞങ്ങളോട് പറഞ്ഞു ഇതിപ്പോ കേന്ദ്ര സർക്കാർ പോസ് ചെയ്ത് വയ്ക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. പിന്നീട് പറഞ്ഞു ഇതിന്റെ ഗിഫ്റ്റ് സിറ്റി എന്നുള്ള പേര് ഗ്ലോബൽ സിറ്റി എന്ന് പേര് മാറ്റണമെന്ന് പറഞ്ഞു. അതിന് തയ്യാറാണെന്ന് പറഞ്ഞത് മാറ്റിയിട്ടുണ്ട്.
ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇങ്ങനെ തിരുവനന്തപുരത്തും എറണാകുളം ജില്ലാ കളക്ടർക്കും മന്ത്രിയുടെയും MLA-യുടെയും പുറകെ ഇതിന് നടക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറയായി. ഇപ്പം ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ കിടക്കുന്നതിന് യാതൊരു അർത്ഥമില്ല. നമുക്ക് ഒരു ലൈഫുള്ളൂ. അത് സാറ് ഇപ്പം സർക്കാർ എന്താണ് നിശ്ചയിക്കുന്നത് ഉദ്ദേശിക്കുന്നത്, ഇത് പ്രൊജക്ട് അക്വിസിഷനായിട്ട് മുന്നോട്ട് പോയി പദ്ധതി ഇവിടെ വന്ന് നമ്മുടെ വിദേശത്തേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് ഇവിടെ പ്ലസ് ടു കഴിയുമ്പോഴത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അതിനൊക്കെ നമ്മളൊരു തരണം ചെയ്യാനായിട്ട് നാട്ടിൽ എത്രയും വേഗം ഇത്രയും നല്ലൊരു പദ്ധതി കൊണ്ടുവന്ന് ഇവിടെ നാട്ടിൽ തന്നെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം കൊടുക്കുകയും ഇതിന്റെ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടാവുന്ന വികസനത്തിന് ഇത് ഏറ്റവും മുതൽക്കൂട്ടാവുന്ന ഞങ്ങൾക്ക് അറിയാം. ഇത് എറണാകുളം ജില്ലയിൽ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അടുത്ത് ഇത്രയും നല്ല ഭൂമി 358 ഏക്കർ ഭൂമിയും ഒറ്റ ഒരു വില്ലേജില് ഒരു ബ്ലോക്ക് 19 3 വാർഡിലായിട്ട് കിട്ടാന്ന് വെച്ചിട്ട് എന്തുകൊണ്ടാണ് സർക്കാർ ഇതിന് ഇത്രയും ഡിലേ വരുന്നതിന്റെ ആവശ്യം എന്താണ്? സർക്കാരിന് ഇതിന്റെ ഫണ്ട് കണ്ടെത്തിയിട്ട് തന്നെ എനിക്കറിയാം 2021 മാർച്ച് 15-ാം തീയതി കിഫ്ബി കിൻഫ്രയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. ഹഡ്കോ കിഫ്ബിക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. ഈ കിഫ്ബി കിൻഫ്രയ്ക്ക് പൈസ കൊടുത്തത് ഈ മാസം ഈ 2025 ഫെബ്രുവരി 15-ാം തീയതി ഇതിന് പൈസ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പോലും ഇതിന് വീണ്ടും 2 മാസത്തിൽ കൂടുതലായിട്ട് ഈ പൈസ കൊടുത്തത്. അതിനുശേഷമാണ് ഇതിന്റെ പേര് മാറ്റൽ നടന്നിട്ടുള്ളൂ എന്നാണ് എനിക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. ശരിക്കും നമ്മളെ പോലെ സാധാരണ ജനങ്ങൾ, ഞങ്ങൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ഭൂമിക്കും നമ്മുടെ ലൈഫിനും ഒക്കെ നമുക്ക് ഒരൊറ്റ ലൈഫുള്ളൂ. അത് ഇങ്ങനെയിട്ട് നമ്മളെ കളയുന്നത്. ഞങ്ങളുടെ 5 വർഷം നഷ്ടപ്പെട്ടതിന് ശരിക്കും 15 വർഷത്തിന്റെ വിലയുണ്ട്. ഇത് എത്രയും വേഗം ഈ ഭൂമി ഏറ്റെടുത്ത് ഇതിനു വേണ്ട നടപടികൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇതിനുവേണ്ടി ഒരുപാട് വട്ടം ഞങ്ങൾ ഇതിന്റെ പുറകെ മിനിസ്റ്ററുടെയും ബഹുമാനപ്പെട്ട കളക്ടർ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പല വട്ടമായി നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നു, ഇതിന് ഞാൻ എന്തായാലും ഒരു പരിഹാരം ഉണ്ടാക്കാം. ഓക്കെ, താങ്ക് യു. സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ട് കൊടുത്തിട്ട് എന്താ കിട്ടാത്തതെന്നാണ്. ഫണ്ട് കൊടുത്തിരിക്കുന്നത് കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഭാഗമായിട്ടുള്ള ഗിഫ്റ്റ് സിറ്റിക്കാണ്. അല്ലേ സന്തോഷ്? ഇപ്പൊ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അംഗീകാരം കിട്ടാതെ കൊടുത്തതിന് കിഫ്ബി വല്ല മറുപടി പറയും. കിഫ്ബിക്ക് നമ്മൾ ആവശ്യപ്പെട്ട് ഫണ്ട് കൊടുത്തു, ഇവരെല്ലാം അതിന് മറുപടി പറയേണ്ടി വരും. കാരണം നമുക്ക് ഫണ്ട് കൊടുത്തത് ഈ പദ്ധതിക്കാണ്. ഇപ്പൊ നമ്മൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാവുന്ന പരാമർശത്തിനകത്ത് കൂടെ അല്ല. പിന്നെ അതേ ശരിക്കും പറഞ്ഞനുസരിച്ച് ഡൽഹിയിലേക്ക് കൂടെ കൊണ്ടുവരും. അല്ലെങ്കിൽ ഡൽഹി ഇവിടെ ഇങ്ങനെ നടന്നില്ല. ഞങ്ങൾ ഗവൺമെന്റ്, ഞാൻ പറഞ്ഞല്ലോ, വളരെ ക്ലിയർ ആയിരുന്നു. പൈസ ഉൾപ്പെടെ നമ്മൾ മാറ്റി വെച്ചേക്കാണ്. പക്ഷേ ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം വന്നിരിക്കുന്നു. എന്നാലും ബാക്കി ആളുകൾ പറഞ്ഞത് ശരിയാണ്. നമുക്കിത് തുടങ്ങണം തന്നെയാണ് ഗവൺമെൻറ് കാഴ്ചപ്പാട്. പക്ഷേ വലിയ ബാധ്യത ഏറ്റെടുത്തിട്ട് നമുക്ക് എയർപോർട്ടിൻ്റെ അടുത്ത് വേറെ സ്ഥലവും നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ ഏറ്റെടുക്കാതെ എന്തുകൊണ്ടാണ്? എല്ലാ ഭാഗവും നോക്കുമല്ലോ, വൈബിൾ ആകണമല്ലോ. അപ്പോൾ അതിൽ ഇപ്പം ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണം. ഒന്നുകൂടി കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽ വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്. ഇല്ലെങ്കിലും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? അപ്പോൾ അപ്രതീക്ഷിതമായ ചെലവുകൾ നമുക്ക് കണ്ട് പദ്ധതിയായിട്ട് പോകാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടിട്ടുള്ളതെങ്കിലും കിട്ടുകയും വേണം. ഇനിയും ബാക്കി ഇതിലേക്ക് പോയാൽ നമുക്ക് പദ്ധതി കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ ജില്ലാ കളക്ടറും കിൻഫ്ര MD പഞ്ചായത്ത് ഇവിടുന്നുള്ള ഭൂപ്രതിനിധി ഉടമകളുമായിട്ട് ഒരു ആശയവിനിമയം നടത്തും. എന്നിട്ട് എങ്ങനെയാണ് നമുക്ക് ഇപ്പം നിങ്ങൾക്ക് കണ്ടിട്ടുള്ളത് സംരക്ഷിച്ചും പദ്ധതി കൊണ്ടുപോകാൻ പ്രായോഗികമായിട്ട് എന്താണ് കഴിയുക എന്നുള്ളത് നോക്കിയിട്ട് ഒരു നിർദ്ദേശം ഗവൺമെൻറ് മുമ്പിൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾ നൽകുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തുടർ നടപടികൾ ഏതാണെന്നുള്ളത് 2 ആഴ്ചക്കുള്ളിൽ 3 ആഴ്ചക്കുള്ളിൽ തന്നെ മുമ്പോട്ട്. ഇപ്പോൾ ആരോ പറഞ്ഞു കൊല്ലാനാണോ, അത് നമുക്ക് ആ 3 ആഴ്ചക്കുള്ളിൽ തന്നെ തീരുമാനിക്കുക എന്താണെന്നുള്ളത്. പരമാവധി പദ്ധതിയായിട്ട് പോവുക എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട്. എന്തായാലും നിങ്ങൾ എല്ലാം